എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ലച്ചു, ഇത് ഞാനാ. നിനക്കിപ്പോഴും എന്നെ മനസ്സിലായില്ലേ? നീയോ? പേര് കേട്ട് ലച്ചു ഒരു ഞെട്ടലോടെ നിന്നു. ഞാൻ പറഞ്ഞൊക്കെ സത്യം ലച്ചു. എല്ലാവരും നിന്നിൽ നിന്ന് മറച്ചു വെക്കാൻ എനിക്കാവുന്നില്ല. അതുകൊണ്ട് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിച്ച്. ഇതൊക്കെ നീ ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പം അറിയുന്ന സത്യ. നിന്റെ അച്ഛനമ്മയും സത്യത്തിൽ അവരല്ല. നിനക്കൊരു ഏട്ട മാത്രമേ ഉള്ളൂ നീ ഭൂമിയിൽ. ആ മനുഷ്യനെ നീ അറിയണം. നിന്നെപ്പോലെ നമ്മളിൽ ആ ദുഷ്ടന്റെ സ്ഥാനത്തേണ്ട ഒരു മനുഷ്യനുണ്ട്. ആ നിന്റെ ഏട്ടനാ. നിനക്ക് വേണ്ടി അദ്ദേഹം എല്ലാം. ആൾ പറഞ്ഞു. ലച്ചോൾ ആദ്യം പറഞ്ഞ വാക്കുകളിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു. ആളുടെ കയ്യിലെ ഫോൺ താരയിലേക്ക് വീണ് പൊട്ടിയിട്ടും ആളുടെ മനസ്സ് ആ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു. മനസ്സ് ശരീരം ഒരുപോലെ മരവിച്ച അവസ്ഥയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ. അമ്മ, എൻ്റെ അച്ഛൻ. ലച്ചു ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ആളുടെ നാവിൽ നിന്ന് ആ വാക്കുകൾ പുറത്തു വന്നു. ഇല്ല, വീണ്ടും എന്നെ പരീക്ഷിക്കാനല്ലേ? ഞാൻ വിശ്വസിക്കില്ല. ആൾ ഓർത്തെടുത്തുകൊണ്ട് വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. കള്ള, എല്ലാം കള്ള. എന്നെ വീണ്ടും പറ്റിക്കാൻ വേണ്ടിയാ. ഇനി നീ പറ്റിക്കപ്പെടുന്നത് ലച്ചു. അച്ഛനോട് ഇപ്പൊ തന്നെ പറയണത്. ലച്ചു സമാധാനമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഗിരിയുടെ റൂമിലേക്ക് വേഗത്തിൽ നടന്നു. അവളുടെ ഹൃദയം പിടക്കിയായിരുന്നു ആ നിമിഷം. എനിക്കറിയില്ല രാധിക എന്താ ചെയ്യേണ്ടെന്ന്. ലച്ചു സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ നമ്മളെ വിട്ട് പോവില്ലേ? അവള് പോയാൽ നമുക്ക് ജീവിക്കാനാവോ? ഒരു കുറവും വരുത്താല്ലേ ഞാൻ അവളെ നോക്കിയത്. അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് ആവുമോ? മോളുടെ അവകാശം പറഞ്ഞു വന്ന ആരാ നേട്ടനോട് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. എനിക്കറിയണ്ട. അവൾക്ക് അവകാശം പറയാൻ ആരും വരണ്ട. നമ്മൾ മാത്രം മതി. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവളെ നഷ്ടമായ പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. അവൾക്ക് വേണ്ടിയാ ഈ കണ്ട കാലം മുഴുവൻ ജീവിച്ച് അവളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയാ ഇത്രയും സഹിച്ചതും. എന്നിട്ടും അവളെ നഷ്ടമായ അതെനിക്ക് സഹിക്കാനാവില്ല. അങ്ങനെ നമ്മളെ വിട്ടുപോകാൻ അവൾക്ക് ആവില്ല ഏട്ടാ. അവൾ വളർത്തിയത് നമ്മളല്ലേ. പിന്നെ എങ്ങനെ അവൾക്ക് നമ്മളെ വിട്ടു പോകാനാവും? സത്യങ്ങളൊന്നും അവൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ഇത്രയും നാൾ അവൾക്ക് നമ്മളോടുണ്ടായിരുന്ന സ്നേഹത്തോടെ അവസാനിക്കും. സ്വന്തം കൂടപ്പിറപ്പിന്റെ കൂടെ അവൾ പോവും. എന്ത് ചെയ്തിട്ടായാലും സത്യമൊന്നും ലച്ചു അറിയാൻ പാടില്ല. അവൾ അറിയാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാനാവോ അതൊക്കെ ഞാൻ ചെയ്യും. ആനന്ദ് വഴി മാത്രമേ ലച്ചു സത്യങ്ങൾ അറിയൂ. അതുണ്ടാവാൻ പാടില്ല. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ലച്ചുവിനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. പക്ഷെ ഇപ്പൊ ഇതേ ഉള്ളൂ എനിക്ക് മുമ്പിലൊരു വഴി. ലച്ചു ആനന്ദ് തമ്മിൽ ഇനി ഒരിക്കലും കാണരുത്. റൂമിലേക്ക് വന്ന ലച്ചുവോടെ സംസാരം കേട്ട് വിശ്വസിക്കാനാവാതെ അറിഞ്ഞു. അവളൊന്നും പറയാനാവാതെ ഞെട്ടിലോടെ തിരിച്ച് മുറിയിലേക്ക് നടന്നു. അപ്പൊ എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഏട്ടനും. ലച്ചു സഹിക്കാനാവാതെ ഭിത്തിയിൽ ചാരി തറയിലേക്ക് ഊർന്നിരുന്ന് മുട്ടിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യമായിരുന്നത്. ഓർക്കും തോറും അവളുടെ ഉള്ളിൽ അമ്പ് കണക്ക് ഓരോ വാക്കുകളും തറച്ചുകൊണ്ടിരുന്നു. എനിക്കറിയണം സത്യം. അച്ഛനെ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. ലച്ചു കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു. എന്തോ ഓർത്തെന്ന പോലെ അവൾ തളർച്ചോടെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് നേരെ ആനന്ദിന്റെ വീട് ലക്ഷ്യമാക്കി ഇറങ്ങി. ലച്ചു പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും ആനന്ദ് അവൾ പറയുന്ന ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. ഏട്ടാ, ഇനി പറയും. ഏട്ടൻ എന്നോട് സത്യം പറയും. എന്താണേലും ഉൾക്കൊള്ളാൻ എനിക്കാവും. ലച്ചു കണ്ണു നിറച്ച് പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഒന്നിനു പറയും ഒന്നായി നിനക്ക് വേദന മാത്രമാണെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ എല്ലാം മറ്റൊരു സന്തോഷത്തിനാണെന്ന് കരുതിയാൽ മതി. നീ കേട്ടൊക്കെ സത്യമാണ്. അത് നീ അറിയാതിരിക്കാൻ ആ മനുഷ്യൻ വേണ്ടുവോളം ശ്രമിക്കുന്നുണ്ട്. നിന്നെ നഷ്ടാവുമെന്ന ഭയം ഓർത്തിട്ട് ആ പാവം. നിനക്ക് വേണ്ടിയാ അവർ രണ്ടും സ്വന്തം വീട്ടിൽ പോലും എല്ലാം സഹിച്ച അടിമകളെ പോലെ കഴിഞ്ഞ്. ജന്മം നൽകിയില്ലെങ്കിൽ കൂടി ഈ ഭൂമിയിൽ അവർ തന്നെയാണ് നിന്റെ എല്ലാം. ആനന്ദ് അത് അവളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു. ലച്ചു അതൊക്കെ കണ്ണീരോടെ കേട്ടിരുന്നു. അവളുടെ ഉള്ളിലൂടെ ഓരോ രംഗങ്ങളും ഒരു ചിത്രം പോലെ കടന്നുപോയി. താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് കേട്ടിരിക്കുന്നതെന്ന ചിന്ത അവളിൽ നോവുണർത്തി. വേദനയോടെയും പൊട്ടിക്കരച്ചിലോടെയും ലച്ചു അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആനന്ദ് അവളുടെ കയ്യിൽ അമർത്തി മുറുകെ പിടിച്ചു. കരയരുത് ലച്ചു. സത്യത്തിൽ നീ ഭാഗ്യവതിയാ. നിനക്ക് നഷ്ടമായത് ഓർക്കാതെ കിട്ടിയ സൗഭാഗ്യവും സന്തോഷിക്കാവേ. നിന്നൊന്നും അറിയിക്കാതെ ഇത്രയും നാൾ വളർത്തിയത് അവരാണ്. നിന്റെ സന്തോഷം മാത്രമായിരുന്നു അവർക്കെല്ലാം. അച്ഛനും അമ്മയും നഷ്ടമായ ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ അവർ സ്വന്തം വിധിയോർത്ത് വേദനിക്കുന്നുണ്ടാവും. എന്നാൽ ആ വേദന എന്താണെന്ന് പോലും നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാതെ സ്വന്തം മകളായി ഇത്രയും എത്തിച്ചു. ഇനി അങ്ങോട്ട് നമ്മുടെ കൂടെ അവരുണ്ടാവും. എൻ്റെ അമ്മയും അച്ഛനും ഇന്ന് ഞാൻ കാണുന്നവർ തന്നെയാണ്. അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. ഇത്രയും വേദനയും വിഷമവും സ്വയം കടിച്ചമർത്തിയ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മുന്നിൽ സന്തോഷത്തോടെ നിന്നെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയില്ലേ ഏട്ടാ. എൻ്റെ അവസ്ഥ ഓർത്ത് എനിക്കൊരു വേദനയും ഇല്ല. ഇങ്ങനൊരു അപ്പനെയും അമ്മയും കിട്ടിയ ഞാൻ തന്നെ ഏറ്റവും വലിയ ഭാഗ്യവതി. ലച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ആനന്ദ് അതേ എന്ന പോലെ തലയാട്ടി. അറിയില്ല, ചിലപ്പോൾ അച്ഛൻ്റെ സ്വാർത്ഥതയാവാം. ഒരിക്കലും നീ അറിയരുതെന്ന വാശി. ഒരിക്കലും നിന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലായിരുന്നു. പക്ഷേ നീ അറിയണമെന്ന് എനിക്ക് തോന്നി. കാരണം നിന്നെ മാത്രം ഓർത്ത് നിനക്ക് വേണ്ടി മാത്രം അകലെന്ന സംരക്ഷണ വലയം തീർത്ത ഒരാളുണ്ട്, നിന്റെ ഏട്ടൻ. അവന്റെ കണ്ണുനീര് കാണാതിരിക്കാൻ എനിക്കാവില്ല. ആനന്ദ് പറഞ്ഞു. ലച്ചു കാര്യം വ്യക്തമാതെ അവനെ നോക്കി. ആരാണെന്ന് അറിയും മുമ്പ് അവൻ എനിക്ക് വേണ്ടി ചെയ്തല്ല നീ അറിയണം. അവരനുഭവിച്ച ഒറ്റപ്പെടലിന്റെ ഏകാന്തയുടെയും വിരഹത്തിന്റെയും വേദന നീ അറിയണം. ഇല്ലെങ്കിൽ നിന്റെ മനസ്സൊരിക്കലും അവൻ അംഗീകരിക്കാൻ തയ്യാറാവില്ല.
നിന്നെ ഓരോ വട്ടം കാർത്തിക് അടുത്തു നിന്ന് സംരക്ഷിച്ചു നിന്നെ ഫോൺ ചെയ്തൊക്കെ നിന്റെ ഏട്ടനാ. ആരെന്ന് പറഞ്ഞതിൽ വെച്ച് വിശ്വാസമാവാതെ ഞെട്ടി നിന്നു. സ്വന്തം പെങ്ങളുടെ ഭാവിയോർത്തും ജീവിതോർത്തും അവനിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഫോൺ കോളായി അല്ലാതെ നിന്നെ സംരക്ഷിച്ചവൻ. നീ ഇന്നൊരാപത്തും കൂടാതെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ മിടുക്കൊണ്ടല്ല, നിന്റെ ഏട്ടൻ്റെ പ്രവൃത്തി കൊണ്ടാ. അവന് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആനന്ദ് അത് പറഞ്ഞ് സന്ദീപ് ചെയ്ത കാര്യങ്ങളും അവൻ അനുഭവിച്ച വേദനകളും വിരഹവും എല്ലാം അവളോട് പറഞ്ഞതും ലയിച്ചു. അതൊക്കെ കേട്ട് ഞെട്ടലോടെ ആനന്ദിനെ നോക്കി. ശരീരം മുഴുവൻ വല്ലാത്ത വിറയിൽ അവൾക്ക് തോന്നി. സ്വന്തം ചോരയെ കാണാനുള്ള ആഗ്രഹം അവളിൽ മുളപൊട്ടി. അവൻ അനുഭവിച്ച വേദനയുടെ ഒരു ഭാഗം മാത്രമായിരിക്കും നീ അനുഭവിച്ച്. നിന്നെ നഷ്ടാക്കിയ നാൾ മുതൽ ഇത്രയും വർഷം കൊണ്ട് അവൻ അനുഭവിക്കുന്നുണ്ട് ആ വേദന. അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടമായ വേദന ആദ്യം അവനെ തളർത്തി. അതിൽ നിന്നൊക്കെ ജീവിതത്തിൽ അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച അവൻ്റെ പ്രണയം അതവന് നഷ്ടമായി. എല്ലാം കൊണ്ടും ഒറ്റപ്പെടൽ മാത്രമായിരുന്നു അവന് കൂട്ട്. ഇനിയുള്ള അവൻ്റെ ജീവിതത്തിൽ ഒരു അനുജത്തിയായി നീ ഉണ്ടാവണം. നിന്റെ സാമീപ്യം മാത്രമാണ് ഇനി അവൻ്റെ ജീവിതത്തിൽ ആകെയുള്ള പ്രതീക്ഷ. നിന്നെ നോക്കാനായില്ലെങ്കിലും ഒരു പരിധിവരെയും നിന്നെ സംരക്ഷിച്ചവൻ. ആരെന്ത് പറഞ്ഞു ലച്ചു അതൊക്കെ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു. ആര് നീ കേൾക്കുമ്പോൾ നിനക്ക് ഉൾക്കൊള്ളാനാവുമെന്ന് എനിക്കറിയില്ല ലച്ചു. ഒരിക്കലും ഒന്നിനും നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. എല്ലാം നിന്റെ ഇഷ്ടമാണ്. അതിനുവേണ്ടി ഇത്രയെങ്കിലും നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഇനിയെല്ലാം നിനക്ക് തീരുമാനിക്കാം. ഇത്രയും കാലം നിന്നെ വളർത്തിയവർക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാവില്ല. അപ്പോൾ സാഹചര്യം കൊണ്ട് നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നവൻ്റെ അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ കൂടെ ഉണ്ടാവും. ആർക്കും ആരെയും നഷ്ടാവില്ല. ആരാ എൻ്റെ ലച്ചു പൂർത്തിയാക്കാനാവാതെ ഇടർച്ചയോടെ ചോദിച്ചു. ആനന്ദ് അവളെയും നോക്കി. അടുത്ത് തന്നെ കൂടെ ഉണ്ടായിട്ടും നമുക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോയൊരുവൻ. കാർത്തികിനൊപ്പം എന്തിനും ഏതിനും ഒപ്പം നടന്നവൻ സന്ദീപ്. ആനന്ദ് പറഞ്ഞു. ലച്ചു അത് കേട്ട് സ്തംഭിച്ചു പോയി. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ ഞെട്ടിൽ തന്നെയായിരുന്നു. സന്ദീപ് എൻ്റെ ഏട്ടനോ? അവളുടെ ചിന്തകൾ പല വഴിയെ നീങ്ങി. ഓരോന്ന് ഓർത്തെടുത്ത് യോജിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ മനസ്സ്. അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ അവൾക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇന്നേവരെ തന്നെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നോവിക്കാൻ ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും കാർത്തികിന്റെ കൂടെ അവനൊപ്പം കൂട്ടാളിയായി ഉണ്ടായിരുന്നെങ്കിലും തന്നോടൊരു അലിവ് പലപ്പോഴും തോന്നിയിരുന്നു. തനിക്ക് പിറകെ ആരോ ഉള്ള പോലെ ഒരു തോന്നൽ പലപ്പോഴും ഉള്ളിൽ തോന്നിയിരുന്നു. പക്ഷെ അതിനൊക്കെ പിന്നിൽ ഇങ്ങനൊരാളാവുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും പിടിതരാത്ത വിധമായിരുന്നു പ്രവൃത്തികൾ. പലപ്പോഴും തന്റെ അവസ്ഥ കണ്ട ആ മുഖത്ത് ഒരു ദയ തോന്നിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞതായി തോന്നിയിരുന്നു. അതൊന്നും കൂടുതൽ ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ല തനിക്ക്. വേണിയുടെ മരണം കാരണം കോളേജിൽ ഒരാഴ്ചയോളം സമരം നടന്നും മറ്റുമൊക്കെ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് കാർത്തിക് തന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഒന്നും അറിയാതൊരു വിഡ്ഢിയായി താൻ നിന്നു. ലച്ചുള്ളിൽ ഓരോന്ന് ഓർത്തെടുത്തതും ആനന്ദ് അവളുടെ ചിന്ത കണ്ട് തോളിൽ പിടിച്ചതും ലച്ചു ഒരു ഞെട്ടലോട് അവനെ നോക്കി. എനിക്കറിയില്ലായിരുന്നു ഞാൻ. അവൾ തേങ്ങലോട് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞതും അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഏട്ടാ ഞാൻ ഒന്നും അറിയാതെ. സാറില്ലടാ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി അതൊക്കെ ഓർത്തിട്ടെന്താ കാര്യം? അവന് നഷ്ടമായ സന്തോഷം നൽകാൻ ഇനി നിനക്ക് മാത്രമേ സാധിക്കൂ. കാരണം ഈ ലോകത്ത് അവന് സ്വന്തം എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഏട്ടാ. സത്യങ്ങളൊക്കെ മുമ്പേ തന്നെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വേദന എൻ്റെ ഏട്ടൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എനിക്ക് കാണണ ഏട്ടാ, എൻ്റെ സ്വന്തം ഏട്ടനെ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖങ്ങളിൽ ഒന്നാ അത്. പക്ഷേ അതൊരിക്കലും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. സത്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അറിയാൻ ശ്രമിച്ചാലും നമ്മൾ അറിയേണ്ട സമയം അത് ദൈവം തന്നെ തീരുമാനിക്കണം. അങ്ങനെ കരുതിയാൽ മതി. ആനന്ദ് പറഞ്ഞു. ലച്ചു അതൊക്കെ കേട്ട് അവനെ നെഞ്ചോടി ചാരി കണ്ണുനീർ വാർത്തു. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആവണം തിരിച്ചു പോകാൻ. നിന്റെ ഉള്ളിലെ വേദനകളും സങ്കടങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വേണം ഈ മല തിരിച്ചിറങ്ങാൻ. മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ വിഷമം നിറഞ്ഞ മുഖം ആർക്കും കാണേണ്ടി വരരുത്. എത്ര സമയം വേണമെങ്കിലും നിനക്കിവിടെ ചെലവഴിക്കാം. നിന്റെ വേദനകൾ തീരുവോളൂ. ഒരുപക്ഷെ ഈ നക്ഷത്രങ്ങൾക്കിടയിൽ രണ്ടുപേര് നിന്റെ സന്തോഷം ആഗ്രഹിച്ച് നിൽപ്പുണ്ടാവും. അവരെ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്കിടയിൽ എൻ്റെ മാലാഖയായ എൻ്റെ നക്ഷത്രക്കുട്ടി എല്ലാം ഇവിടെ കളഞ്ഞു വേണം എനിക്കൊപ്പം വരാൻ. ഇനി മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നതെന്ന് കരുതിയാൽ മതി. അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം മനസ്സുകൊണ്ട് വാങ്ങിച്ചു. അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് വിളിച്ചോ. അവളുടെ കവിൾ തട്ടി ആനന്ദ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി നിന്നു. ലച്ചു കണ്ണീരോടെ ആകാശത്തേക്ക് നോക്കി. ആ വേദനകൾക്കിടയിൽ മനസ്സിൽ വല്ലാത്തൊരു സമാധാനം നിറഞ്ഞതായി അവൾക്ക് തോന്നി. ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കി അവൾ കണ്ണിമച്ചിമാ നിന്നു. തന്റെ വേദനയും വിഷമവും നക്ഷത്രങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന അവളുടെ അച്ഛനോടും അമ്മയോടും പങ്കുവെച്ച് അവൾ കരഞ്ഞു. ആനന്ദ് പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് തന്നെ ഇന്നേവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത അച്ഛനമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചത്. ഒരു ഇളം കാറ്റ് അവളെ ഗാഠമായി തഴുകി. ആ സാമീപ്യത്തിൽ അവളുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി തെളിഞ്ഞു. ഒരുപാട് നേരം അവിടെ തന്നെ നിന്ന ശേഷം പലതും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ മുഖത്ത് ചിരിവരുത്തി ആനന്ദിനടുത്തേക്ക് ചെന്നു. പോവാം, ലച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആനന്ദ് ഇരുന്നിടത്ത് എഴുന്നേറ്റു. ലച്ചു അവന്റെ കയ്യിൽ കൂടി കൈയിട്ട് പിടിച്ച് അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. തണുപ്പ് കൊണ്ട് അവിടെ ചുണ്ടുകൾ വറുക്കുന്ന കണ്ടതും അവനവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇനിയെന്താ പ്ലാന്? ഇനിയെന്താ, വീട്ടിലേക്ക് പോകണം. അച്ഛനെയും അമ്മയും കാണണം. എനിക്ക് സംസാരിക്കണം അവരോട്. ലച്ചു പറഞ്ഞതും ആനന്ദ് അവളെ തന്നെ നോക്കി. അത് കണ്ടതും ലച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു. ഏട്ടൻ നോക്കണ്ട, ഇപ്പം ഞാൻ ഹാപ്പിയാ. മനസ്സ് മുഴുവൻ ശാന്തമായ ഫീലാണ് എനിക്ക്. ഇനി അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എൻ്റെ സ്വന്തം കൂടെ പറപ്പിനെ അതുകൂടി ആയ ലച്ചു ഫുൾ ഹാപ്പി. എന്നാ ഞാനും ഹാപ്പി.
ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആനന്ദ് അവളെയും കൊണ്ട് മലയിറങ്ങി. അപ്പോഴും മിന്നാമിനുകൾ അവിടെയാകെ പ്രകാശം പരത്തി നടക്കുന്ന കാഴ്ച ലച്ചു നിറഞ്ഞ മനസ്സാലെ ഒരു പുഞ്ചിരിയോടെ നോക്കി കാണുകയായിരുന്നു. ആളുടെ ഉള്ളിലെ കാർമേഘം പെയ്തു തോർന്നിരുന്നു. അന്നേരം ലച്ചുവിനെ നോട്ടം കണ്ടതും ആനന്ദ് അവളെ പുറകിലൂടെ പുണർന്നുകൊണ്ട് അവളുടെ കൈകൾ അവന്റെ കൈക്കുള്ളിലാക്കിയതും ലച്ചു ഒരു വിറയിലൂടെ അവനെ നോക്കി. പെട്ടെന്ന് മുന്നിലേക്ക് പ്രകാശം വന്നു. ലച്ചു കയ്യിലേക്ക് നോക്കി. കയ്യിലിരിക്കുന്ന മിന്നാമിനിങ്ങനെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് അതിനെ നോക്കി ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കി. ഇവരൊക്കെ എന്ത് ഫ്രീ അല്ലേ ഏട്ടാ? ഇപ്പൊ നിന്നെ പോലെ ആനന്ദ് പറഞ്ഞു. ലച്ചു തലയിച്ച് അവനെ നോക്കി. അതെന്താ? ആ എനിക്കറിയില്ല. ആ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളെ തോളിൽ കൈവച്ച് തള്ളിക്കൊണ്ട് അവൻ ഓരോന്ന് പറഞ്ഞു നടന്നു. പരസ്പരം സംസാരിച്ചും പൊട്ടിച്ചിരിച്ചും അവർ തിരിച്ചേറിയ സ്ഥലത്ത് തന്നെ എത്തി. നമുക്ക് കുറച്ചു ദൂരം കൂടി പോവാം, എന്നിട്ട് മതി വീട്ടിലേക്ക്. ലച്ചു പറഞ്ഞതും അവളുടെ ഇഷ്ടം പോലെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു. തണുത്ത കാറ്റിലെല്ലാം മറന്ന് അവൾ ആനന്ദിനെ ചേർന്ന് അത് ആസ്വദിച്ചു. മതി ലച്ചു, തിരിച്ചു പോവാം. അവിടെ രണ്ടുപേരും ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. ഇനി അവരെ കാത്തിരുന്ന് മുഷിപ്പിക്കണ്ട. ആനന്ദ് പറഞ്ഞു. ലച്ചു സമ്മതം അറിയിച്ചതും അവൻ വണ്ടി വീട്ടിലേക്ക് തിരിച്ചു. വീണ്ടും മുമ്പിൽ വണ്ടി നിർത്തിയതും പ്രതീക്ഷയോടെ അതിലുപരി ഭയത്തോടെയും തന്നെയും കാത്തിരിക്കുന്ന രണ്ടുപേരെ കണ്ടതും ലച്ചു ആനന്ദിനെ നോക്കിക്കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ഗിരിയും രാധികയും ഒരുപോലെ സമ്മർദ്ദത്തിലാണെന്ന് അവരുടെ മുഖം കണ്ട് ലച്ചുവിന് മനസ്സിലായി. അവരെ കണ്ട ലച്ചുവിന്റെ മുഖവും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷത്തിൽ നിന്ന് മാറി. ഗിരിയും രാധിക അവളെ തന്നെ നോക്കിയതും അവൾ കിട്ടിയ ജീവിതോർത്ത് കണ്ണിറച്ചുകൊണ്ട് ലച്ചു അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഗിരിയെയും രാധികയെയും കെട്ടിപ്പിടിച്ചു. അത് കണ്ടതും ബാക്കി എല്ലാവരുടെയും മുഖത്ത് സമാധാനം നിറഞ്ഞ പുഞ്ചിരി തെളിഞ്ഞു. മോളെ, ഗിരി വിതിമ്പിക്കൊണ്ട് അവളെ വിളിച്ചതും ലച്ചു ഗിരിയെ മുഖമുയർത്തി നോക്കി. എല്ലാം അറിയുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്ന കരുതിയോ? എന്നെ വളർത്തിയത് അച്ഛനും അമ്മയല്ലേ? അപ്പൊ നിങ്ങളെയൊക്കെ വിട്ടു പോവാൻ എനിക്കാവൂ? എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളാ, അത് മതി എനിക്ക്. ലച്ചു കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചതും ഗിരി വാത്സല്യത്തോടെ അവളെ തലോടി. നീ ഇല്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ കൂടി ഞങ്ങൾക്കാവില്ല മോളെ. ഒരിക്കലും ഈ സത്യം നീ അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം മനസ്സുകൊണ്ട് പോലും നീ മറ്റൊരാളുടെ ചോരയാണെന്ന് ചിന്തിക്കാൻ ഞങ്ങൾക്കാവില്ല. മോള് ചിന്തിക്കുന്ന പോലും ഞങ്ങൾക്ക് സഹിക്കില്ല. അല്ലാതെ ഒരിക്കലും മോളുടെ ജന്മരഹസ്യം മറച്ചു വെക്കാനല്ലായിരുന്നു, മോളെ നഷ്ടാവാതിരിക്കാനായി അച്ഛൻ. ഗിരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ അച്ഛന്. സ്വന്തം മകളെ ജീവനായി സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും ചിന്തിക്കുന്നേ എൻ്റെ അച്ഛനും അമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. ഒന്നും അറിയിക്കാതെ തന്നെ ഇത്രയും നാൾ സ്നേഹവും വാത്സല്യം മാത്രം പകർന്നു വളർത്തിയ നിങ്ങൾ വിട്ടുപോകാൻ ഈ ലച്ചുവിനാവില്ല അച്ഛ. അതെ, ഇത്രയും നേരം കാലുറപ്പിക്കാതെ മോളോർത്ത് രണ്ടുപേരും ഇതേ നിൽപ്പായിരുന്നു. ഇപ്പൊ രണ്ടാക്കും സന്തോഷമായല്ലോ. ആയോന്നോ, ഇതിൽ പല സന്തോഷം വേറെ ഇല്ല ഞങ്ങൾക്ക്. എല്ലാം നിങ്ങളുടെ മോൻ കാരണ. എന്നൊരു ഭാരം പോലെ ഈ രഹസ്യം നെഞ്ചിൽ ചുമന്നാ ഞങ്ങൾ. ഇതിന്റെ പേരില പലരും ഞങ്ങളെ മുതലെടുത്ത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷ ഇന്നത്തോടെ അവസാനിച്ച്. ഗിരി അത് പറഞ്ഞുകൊണ്ട് ആനന്ദിനെ നോക്കി അവന്റെ അടുത്തേക്ക് വന്നു. മോനോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്നറിയില്ല. എൻ്റെ മോളെ കുറിച്ച് ഓർത്തപ്പോൾ ഒരു സമയം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പാടില്ലെന്ന് വരെ അച്ഛൻ ചിന്തിച്ചു പോയി. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു വലിയ ഭാരമായി തന്നെ നെഞ്ചിൽ തന്നെ കിടക്കുമായിരുന്നു. ആനന്ദിനെ കൈ പിടിച്ചുകൊണ്ട് ഗിരി പറഞ്ഞു. ആനന്ദ കേട്ടി ചിരിച്ചു. ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛ. ദൈവം നിശ്ചയിച്ച സമയത്തിയപ്പോൾ സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു. അങ്ങനെ കരുതിയാൽ മതി. എൻ്റെ മോളുടെ മുന്നിലേക്ക് ദൈവം തന്നെയാണ് നിന്നെ കൊണ്ടെത്തിച്ച്. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അച്ഛൻ പറഞ്ഞ ശരിയാ. ഇനിയൊരു രക്ഷപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. ഒരർത്ഥത്തിൽ ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നതിനും ഏട്ടൻ തന്നെയാണ് കാരണം. നന്ദിയുണ്ട് മോനെ, ഒരുപാട്. എല്ലാവരും കൂടി ഇപ്പോൾ എന്നെ അന്യനാക്കിയോ? ഇതൊക്കെ എന്നെ മിടുക്കൊണ്ടാണ് നടന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം ഇവിടെ കൂടെപ്പുറപ്പിൻ്റെ പ്രാർത്ഥനയാണ്. കൂടെയുള്ളതും നഷ്ടമായതുമായ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയാണ്. ശരിയാ, എല്ലാവരേക്കാളും ഇന്ന് ഞാൻ അറിയിച്ച് അല്ലേ ഏട്ടാ? ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആനന്ദ കേട്ട് പുഞ്ചിരിച്ചു. മോൾക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എന്തിന്? സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതം ഇങ്ങനെ മനോഹരാക്കിയതിന്. പുറത്തുനിന്ന് സംസാരിച്ചൊക്കെ മതി, ഇനിയെങ്കിലും അകത്തേക്ക് കയറാം. അമ്മ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് അകത്തേക്ക് നടന്നു. ലച്ചു ഗിരിക്കും രാധികയ്ക്കിടയിൽ കൂടി ഉള്ളിലേക്ക് കയറി. അകത്തെത്തിയതും എല്ലാവരും സമാധാനത്തോടെ ഓരോ സ്ഥലത്തിരുന്നു. ലച്ചു ആനന്ദിനെ നോക്കി എന്തോ കാണിച്ചു. അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി. അതല്ല അച്ഛാ, കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് കാര്യം? തെളിച്ചു പറയേ. വീണ്ടും നിങ്ങൾ പ്രശ്നമാണോ? അവന് കാര്യങ്ങളെല്ലാം ഇവിടെ അറിഞ്ഞ സ്ഥിതിക്ക് കൂടപ്പുറപ്പിനെ നേരിട്ട് കാണാൻ ലച്ചുവിന് ആഗ്രഹമുണ്ട്. അതെങ്ങനെ എല്ലാവരോടും പറയുന്ന. നിർത്ത്. ആനന്ദിനെ തടഞ്ഞുകൊണ്ട് ഗിരി ഇരുന്നിടത്ത് എഴുന്നേറ്റതും അയാളുടെ പ്രവൃത്തി കണ്ട് എല്ലാവരും എഴുന്നേറ്റു. ആര്യൻ ലച്ചുവിൻ്റെ അടുത്തായി അവൾക്ക് ആശ്വാസം എന്ന പോലെ ചെന്ന് നിന്നു. നിനക്ക് ആഗ്രഹമുണ്ടോ ലച്ചു? അത് പിന്നെ അച്ഛാ. പറയുമോളെ, ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിന് എതിർക്കില്ല. കൂടപ്പിറപ്പിനെ കാണാൻ കൊതിക്കുന്ന നിന്റെ ആഗ്രഹം എത്രത്തോളാണെന്ന് അച്ഛൻ അറിയാം. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മോള് പോയിട്ട് വാ. ഗിരി പറഞ്ഞു. ലച്ചു സന്തോഷത്തോടെ ഗിരിയെ കെട്ടിപ്പിടിച്ചു. ഇത് നിന്നോട് പറയണമെന്ന് ഞാനും ആഗ്രഹിച്ച കാര്യാ. ഞങ്ങൾക്കും കാണണം അവനെ. രണ്ടുപേരും കൂടി നാളെ തന്നെ ചെന്ന് കൂടെ കൂട്ടിക്കൊണ്ടുപോവാ. ഇത്രയും കാലം നനച്ചല്ലായിരുന്നോ? ഒരു മകൻ കൂടി ഉണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ഗിരി പറഞ്ഞു. ലച്ചു വിശ്വസിക്കാനാവാതെ ഗിരിയെ നോക്കി. താങ്ക്സ് അച്ഛാ.
ലച്ചു സന്തോഷം കൊണ്ട് കണ്ണു നിറച്ച് ഗിരിയെ രാധികയെ നോക്കി. അവളുടെ സന്തോഷം കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. നിന്റെ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് വലുത്. മോള് പോയിട്ട് വാ, രാധിക പറഞ്ഞു. ലച്ചു തലയാട്ടിക്കൊണ്ട് ആനന്ദിനെ നോക്കി. എല്ലാവരും മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ച തിരിച്ചതും ലച്ചു ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. എനിക്കെന്തോ ടെൻഷൻ പോലെ ഏട്ടാ. എന്തുപറ്റി? അവനെ എൻ്റെ ഏട്ടൻ സത്യത്തിൽ മറ്റാരാണെന്നല്ലേ അച്ഛനമ്മയെ കരുതിയിരിക്കുന്നത്. ഇത്രയും നാൾ കാർത്തികിനൊപ്പം നിന്നാളാണ് എൻ്റെ ഏട്ടൻ എന്നറിഞ്ഞാൽ അച്ഛനമ്മയെ വിശ്വസിക്കുമോ? അവർക്ക് ഉൾക്കൊള്ളാനാവോ? ലച്ചു അവളുടെ സംശയം തുറന്നു പറഞ്ഞു. സത്യങ്ങൾ ഉൾക്കൊള്ളാൻ നിനക്കായില്ലേ, പിന്നെ ബാക്കിയുള്ളവർക്കും ആവും. അവൻ കാർത്തികിനൊപ്പം നിന്ന് നിന്റെ രക്ഷക്കാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. നീ ഒന്നോർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. താങ്ക്സ് ഏട്ടാ. അതും പറഞ്ഞ് ലച്ചു അവനെ കെട്ടിപ്പിടിച്ചു. ചുറ്റിന് ഓരോ ശബ്ദം കേട്ട് ചമ്മലോട് അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.